റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ മരണം ഉഗ്രതവളവിഷം ഉള്ളിൽ ചെന്നെന്ന വെളിപ്പെടുത്തലിൽ ഞെട്ടി ലോകം. ഇതോടെ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്ന കാര്യം തെളിഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകൻ കൂടിയായ അലക്സി നവൽനിയുടെ മരണം കരുതിക്കൂട്ടിയ കൊലപാതകമെന്നാണ് തെളിയുന്നത്. നവൽനിയുടെ മൃതദേഹ സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിൽ എപ്പിബാറ്റിഡിൻ ശരീരത്തിലെത്തിയതിന്റെ സൂചനയുണ്ട്. ഇതോടെ കൊലപാതകമാണെന്ന് ഉറപ്പിക്കുകയാണ് ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ്സ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലൂടെ. ജയിലിൽ വെച്ചായിരുന്നു അലക്സി നവൽനിയുടെ മരണം സംഭവിച്ചത്. ബോധം നഷ്ടപ്പെട്ട് കുഴഞ്ഞു വീണതിന് പിന്നാലെ മരണമെന്നായിരുന്നു ജയിൽ അധികൃതരുടെ മൊഴി. എന്നാൽ നവൽനിയുടെ മരണത്തിന് പിന്നിൽ വ്ളാഡിമിർ പുടിൻ എന്നായിരുന്നു ആരോപണം. റഷ്യയിൽ സാധാരണയായി കാണപ്പെടാത്തതാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ. എപ്പിപെഡോബാറ്റിസ് എന്ന ജനുസിലെ ഈ വിഷത്തവളകളുടെ ശരീരത്തിലെ ഉഗ്രവിഷം എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന നവൽനിയുടെ ശരീരത്തിലെത്തിയതെന്നാണ് ഉയരുന്ന ചോദ്യം. റഷ്യൻ പരീക്ഷണശാലകളിൽ വളർത്തുന്ന പോയിസൺ ഡാർട്ട് ഫ്രോഗുകളിൽ ഇതുവരെ ഈ വിഷം കണ്ടെത്തിയിട്ടില്ല. അതിനാൽ നവൽനിയുടെ മരണം കൂടുതൽ ദുരൂഹമാക്കുകയാണ്. തെക്കേ അമേരിക്കയുടെ വടക്കൻ മേഖലയിലാണ് പ്രധാനമായും ഈ വിഷത്തവളകൾ ഉള്ളത്. ഇവയുടെ ചർമ്മത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എപ്പിബാറ്റിഡിൻ എന്ന ഘടകമാണ് വിഷം. ഇതകത്തുപോയാൽ നാഡീവ്യവസ്ഥയെ താറുമാറാക്കും. പേശികൾ നശിച്ച് ബോധം കെട്ട് കുഴഞ്ഞു വീഴുകയും ചെയ്യും. പിന്നാലെ ശ്വാസകോശം പ്രവർത്തനരഹിതമായി ശ്വാസം മുട്ടി മരിക്കും. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിലാണ് സാധാരണ പോയിസൺ ഡാർട്ട് തവളകളുള്ളത്. വേട്ടയ്ക്കായി ലാറ്റിൻ അമേരിക്കയിലെ ആദിവാസി ഗോത്ര വിഭാഗക്കാർ അമ്പിന്റെ അറ്റത്ത് ഈ വിഷം പുരട്ടി ഉപയോഗിക്കുന്ന പതിവുണ്ട്. അമ്പേറ്റ മൃഗങ്ങൾ ഉടനടി മരിച്ചു വീഴും. അത്രയും വിഷമാണ് ഈ തവളകളിലുള്ളത്. ഈ തവളകൾ തനിയെ വിഷം ഉൽപ്പാദിപ്പിക്കുകയല്ല. അവ കഴിക്കുന്ന പ്രത്യേകതരം പ്രാണികളിൽ നിന്നാണ് വിഷം തവളകളുടെ ശരീരത്തിലെത്തുന്നത്. നവൽനിയെ കൊലപ്പെടുത്താനായി ഈ വിഷം പ്രത്യേകം വേർതിരിച്ചെടുത്ത് ജയിലിൽ എത്തിച്ചതാകാമെന്നാണ് കരുതുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടെ നടന്ന അതിക്രൂരമായ കൊലപാതകമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സൈബീരിയയിൽ പ്രചാരണം നടത്തുന്നതിനിടെ 2020 നവൽനിക്ക് നോവിചോക്ക് എന്ന മാരക വിഷം നൽകിയിരുന്നതായി ആരോപണമുണ്ട്. ചായയിൽ കലർത്തി ഈ വിഷം നൽകിയെന്നായിരുന്നു ആരോപണം. വിഷബാധയേറ്റ നവൽനിയുടെ നാഡീവ്യൂഹങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. പിന്നീട് ജർമ്മനിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുകയായിരുന്നു. 5 മാസത്തിന് ശേഷം റഷ്യയിലേക്കെത്തിയ സമയത്താണ് തടവിലായത്. 2024 ഫെബ്രുവരിയിൽ ആർട്ടിക് ജയിലിലാണ് നവൽനിയുടെ മരണം സംഭവിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.